നമസ്കാരം, ഞാൻ ബിൻസു. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തല്ലോ. ക്യൂൻസ്ലാൻഡിലേക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം $70,000 വാങ്ങിയിട്ട് നമുക്ക് ക്യൂൻസ്ലാൻഡിലേക്ക് ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാം. ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ആണ് ഈ വിസ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾക്ക് PR അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി പോലുള്ള വിസകളാണ് അവർ നൽകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ഇത് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 വീഡിയോകളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയുടെ ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ UK നിന്നും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു മലയാളി തൻ്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കുറച്ച് അബോറിജിനൽസ് ആയ ആളുകളുടെയൊക്കെ ഇടയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ആ വീഡിയോ യൂട്യൂബിൽ വന്നതിന് പുറകിലായിട്ട് അതിന് താഴെ വന്ന് കുറച്ച് പേര് കമൻ്റൊക്കെ എഴുതിയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി എങ്ങനെയാണ് ജീവിക്കുക, അവിടെ പാമ്പും അതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും വെനമസായിട്ടുള്ള പാമ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലാണ്. അപ്പം 40 ലക്ഷം രൂപ കിട്ടിയിട്ട് എന്താണ് കാര്യം? നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് വല്ല പാമ്പ് കടിക്കുകയോ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം? ജീവനില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ മലയാളി എന്നോട് ഷെയർ ചെയ്ത ഈ സ്ഥലം ഓസ്ട്രേലിയയിലെ കാറ്റഗറി 6 എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഓസ്ട്രേലിയയിൽ തന്നെ ഓരോ സിറ്റികളെയും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളുണ്ടല്ലോ. അപ്പോൾ ഈ മെട്രോ സിറ്റികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കാറ്റഗറി 1, പിന്നെ അതിന് താഴെയായിട്ട് റീജിയണൽ സിറ്റി, അതിന് താഴെയായിട്ട് റൂറൽ സിറ്റി, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഓരോ സ്ഥലങ്ങളും. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം എറണാകുളം ഒക്കെ ആണെങ്കിൽ അതൊക്കെ മെട്രോ സിറ്റിയാണ്. എന്നാൽ എറണാകുളം അല്ലാതെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം കൊല്ലം, തൃശ്ശൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ തിരുവനന്തപുരം, ഇതൊക്കെ ഒരു കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും അത് കോർപ്പറേഷനാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ സ്ഥലങ്ങളെയും നമ്മുടെ ഗവൺമെന്റുകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സിറ്റികളുടെയും വലിപ്പം, അതുപോലെ അവിടെയുള്ള ജനസാന്ദ്രത, അതോടൊപ്പം തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഗവൺമെന്റുകൾ ഓരോ സിറ്റികളെയും കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പം ഓസ്ട്രേലിയയിലെ സിറ്റികളെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതേ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ. അവർ സൗകര്യം, അതോടൊപ്പം തന്നെ ജനസംഖ്യ, ഇങ്ങനെയൊക്കെ കുറേയധികം ഘടകങ്ങളെ പരിഗണിച്ചതിന് ശേഷമാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റികളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ആ മലയാളി തൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാറ്റഗറി 6 വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്ത ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഓസ്ട്രേലിയയിൽ കാറ്റഗറി 6 അല്ല, കാറ്റഗറി 5 അല്ല, കാറ്റഗറി 4 വരുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തേക്ക് ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇതേ $70,000 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ കൊടുത്ത് ആളുകളെ നിയമിക്കുന്നതായിട്ട് ഉള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ബോവൻ എന്ന് പറയും, BOWEN എന്ന് പറയും. ബോവൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ സ്ഥലത്ത് ഏകദേശം 10,000-ന് മുകളിലുള്ള പോപ്പുലേഷൻ, ജനസംഖ്യയുണ്ട്. അപ്പോൾ 10,000-ന് മുകളിലുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യം ഒരു ചെറിയ സിറ്റി ആയിരിക്കും. ഈ സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത അമ്യൂണിറ്റീസ് ഒന്നുമില്ല. എല്ലാ തരത്തിലുള്ള അമ്യൂണിറ്റീസും നിങ്ങൾക്ക് ഈ സിറ്റിയിൽ കിട്ടും. അത് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ KFC, മക്ഡൊണാൾഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ശൃംഖലയായ KFC, മക്ഡൊണാൾഡ്സ് പോലുള്ള ഭീമന്മാരൊക്കെ ഈ സ്ഥലത്തുണ്ട്. ടൊയോട്ടയുടെ സർവീസ് സെന്റർ ഉണ്ട്, ടൊയോട്ടയുടെ സെയിൽസ് വരെയുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 150ഓളം ഷോപ്പുകൾ തന്നെ ഈ ഒരു സിറ്റിയിലുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു സിറ്റിയാണ്. പിന്നെ സ്കൂളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കാത്തലിക് സ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ബോവൻ എന്ന് പറയുന്നത്. ഇത് കാറ്റഗറി 4 വരുന്നത്. ഇപ്പം കാറ്റഗറി 4 വരുമ്പോൾ തന്നെ അത്രത്തോളം പോപ്പുലേഷനും അത്രത്തോളം സൗകര്യവും ഉള്ള ഒരു സിറ്റിയാണ്. അപ്പം ഈ സിറ്റിയിലേക്കും ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ഈ പറഞ്ഞ 40 ലക്ഷം രൂപ കൊടുത്ത്, അതോടൊപ്പം തന്നെ 186 PR കൊടുത്ത് ആളുകളെ കൊണ്ടുപോകുന്നതായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതായിട്ട് ഇപ്പം പുതിയൊരു ഇൻഫർമേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു 40 ലക്ഷം രൂപയുടെ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഓസ്ട്രേലിയൻ PR കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു 40 ലക്ഷം രൂപയും പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ വിസ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് പേ ചെയ്തിട്ടാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റഗറി 4 ഒരു സിറ്റിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റിന്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റിന്റെ ഈ ഒരു ജോബ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ജോബ് വേക്കൻസിയുടെ ലിങ്ക് ഞാൻ
കൂടുതൽ ആളുകൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ വീഡിയോകൾ അവർ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആ ലിങ്ക് വീണ്ടും ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് ത്രൂ നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ഒരു വീഡിയോ അല്ല പല വീഡിയോകളും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാം. ആ വീഡിയോയുടെ തലക്കെട്ട് അല്ലെങ്കിൽ എന്താ പറയുക തംബ്നെയിൽ എന്ന് പറയുന്നത് തന്നെ ഫ്രീ ആയി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പറക്കാം, 40 ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇങ്ങോട്ട് തരും എന്നുള്ള രീതിയിലുള്ള ഒരു തംബ്നെയിൽ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പം നമ്മളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. 40 ലക്ഷം രൂപ തന്ന് ഗവൺമെന്റ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒത്തിരി റൂറൽ ആയിട്ടുള്ള കാറ്റഗറി 6ഓ 7ഓ 8ഓ ഒന്നും അല്ലാത്ത കാറ്റഗറി 4ലേക്ക് വരുന്ന സ്ഥലത്തേക്കും ഗവൺമെന്റ് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ 40 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നതായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ 40 ലക്ഷം രൂപ കിട്ടുന്നത് അത് നിങ്ങൾ 3 വർഷം നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഓരോ ഗഡുക്കളായിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിങ്ങൾക്കത് തരുന്നത്. അപ്പം മറക്കാതെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, മറക്കാതെ ഈ ജോബിന് അപ്ലൈ ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർച്ച് 31 എന്നാൽ ഒരുപക്ഷെ കുറേയധികം ആളുകൾ കൂടെ ഒരു ഭാഗ്യമുള്ള ആളുകൾ കൂടെ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒക്ടോബർ മാസം 30 വരെയുള്ള ഒരു ഡേറ്റിലേക്ക് വീണ്ടും അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. അപ്പം നമ്മളെ പോലെയുള്ള തൊഴിലന്വേഷകരായ ആളുകൾക്കൊക്കെ വളരെയധികം ആവേശം പകരുന്ന വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒക്ടോബർ 30 വരെ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ താഴെ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ അതിന്റെ വീഡിയോ നമ്മുടെ കുറച്ച് താഴെ കിടപ്പുണ്ട്. അപ്പോൾ താഴെ പോയി കാണാൻ മറക്കാതിരിക്കുക. ഇതൊരു സുവർണ അവസരമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും നല്ലൊരു സുവർണ അവസരം ഒരുപക്ഷെ ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കിട്ടാനും പോകുന്നില്ല. ഈ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇൻസെന്റീവ് ഒക്കെ കൊടുത്തിട്ടും അതോടൊപ്പം തന്നെ PR ഒക്കെ കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ഒന്നും അവരുടെ ഒരു സ്റ്റേറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തില്ല. ഇതൊരു നല്ല സുവർണാവസരമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാറ്റഗറി 6 ആയാലും 7 ആയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയും നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം കുറേയധികം ആളുകൾ ചോദിക്കും അവിടെ പാമ്പ് ശല്യം ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ വലിപ്പമുള്ള രാജ്യങ്ങളുടെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ 7ാം സ്ഥാനത്താണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ രാജ്യങ്ങളുടെ സ്ഥാനത്ത് ഓസ്ട്രേലിയ 6ാം സ്ഥാനമാണ്. അപ്പം ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പം ആ ഓസ്ട്രേലിയയിൽ ഒരു വർഷം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, പാമ്പ് കടി ഏറ്റു മരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വെറും 2 പേര് അല്ലെങ്കിൽ 3 പേരാണ് ഓസ്ട്രേലിയയിൽ പാമ്പ് കടി ഏറ്റു മരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 25,000-നും 75,000-നും ഇടയിലുള്ള ആളുകളാണ് ഓരോ വർഷവും പാമ്പ് കടി ഏറ്റ് നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെടുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം നമ്മളെല്ലാവരും ഇന്ത്യയിൽ പാമ്പ് കടിച്ച് മരിക്കാനോ അല്ലെങ്കിൽ നമ്മളാരും ഇന്ത്യയിൽ താമസിക്കാത്ത ആളുകളൊന്നും അല്ലല്ലോ. അപ്പം അത്രത്തോളം ഒന്നുമില്ല. ഇത്രയും വലിയൊരു രാജ്യത്ത് 2-3 പേരാണ് ഒരു വർഷം ഈ പാമ്പ് കടിയേറ്റ് ഓസ്ട്രേലിയയിൽ മരണപ്പെടുന്നത്. അപ്പം പാമ്പിന്റെ ശല്യം പാമ്പ് കടി ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ആരും അങ്ങോട്ട് വരാതൊന്നും ഇരിക്കേണ്ട. പാമ്പ് ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഞങ്ങൾ ഈ താമസിക്കുന്ന സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാക്ക എറിയാൻ ഒരു കല്ല് കിട്ടാത്ത സ്ഥലമാണ്. പക്ഷേ ഇവിടെയും പാമ്പുകളുണ്ട്. ഞാൻ പല പ്രാവശ്യം പാമ്പുകളെ ഇവിടുത്തെ പാർക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് പാമ്പുകൾ കാണുന്നവരെല്ലാം ഓടിച്ചിട്ട് കടിക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകളില്ലാത്ത സ്ഥലങ്ങൾ ലോകത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ അയർലൻഡോ UK ഒക്കെ പോലുള്ള സ്ഥലങ്ങളല്ലാതെ എവിടെയും പാമ്പുകളുണ്ട്. ഞാനുമായിട്ട് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആളും എന്നോട് പറഞ്ഞത് അദ്ദേഹം 2-3 പാമ്പുകളെ ഈ അവരുടെ വീടിന് പുറത്തൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവകാരികളായ പാമ്പുകളല്ല. അത് അതിൻ്റെ പാട്ടിന് കഴിഞ്ഞ് അത് അതിൻ്റെ പാട്ടിന് പോകും. നമ്മുടെ പാട്ടിന് നമ്മുടെ ജോലി നോക്കി പോവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത അയാളും വേറൊരു കാര്യം കൂടെ പറയുണ്ടായി. കാറ്റഗറി 6ഓ കാറ്റഗറി 7ഓ ഉള്ള സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ കുട്ടികളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 8 വരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി താമസിക്കാം. പിന്നെ ഇതുപോലെ ഈ കാറ്റഗറി 6, 7, 8 ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കാനുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സാധാരണ സിറ്റികളിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് സാലറി നമ്മൾക്ക് അവിടെ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ സാലറി എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് ഗവൺമെന്റുകളാണ് നമ്മൾക്ക് സാലറി തരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മാസവും സാലറി കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ അധികം ആക്ടിവിറ്റീസ് ഒന്നും ഈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒരു 3 വർഷത്തെ നമ്മുടെ അവിടുത്തെ സേവനം മതിയാക്കി നമ്മൾ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവിങ്സ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് നല്ലൊരു വീടും ഒക്കെ സിറ്റിയിലൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആയിട്ട് നമ്മൾക്ക് പിന്നീട് ഓസ്ട്രേലിയയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കും.
പിന്നെ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒരു റൂറൽ ഏരിയയിൽ പോയി നിങ്ങൾ പെട്ടുപോകുന്നു എന്നുള്ള ഒരു പ്രതീതിയും വേണ്ട. ആ സ്ഥലത്ത് നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ്മെന്റിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ പറയുന്ന ഈ ബോവൻ എന്ന് പറയുന്ന സിറ്റിയിലുണ്ട്. അവിടെ കടലുണ്ട്, അവിടെ ബീച്ചുണ്ട്, നല്ല നല്ല പാർക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 11,000 മുകളിലുള്ള 10,000 മുതൽ 12,000 ഇടയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയാൽ നിങ്ങൾ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റികളും, പെട്രോൾ പമ്പുകൾ മുതൽ പബ്ബുകൾ മുതൽ മക്ഡൊണാൾഡ്സ്, KFC മുതൽ എല്ലാ സംവിധാനവും ഈ ഒരു സിറ്റിയിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ആ ഒരു ബോവൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ കേരളത്തെ പോലും വെല്ലുന്ന അത്രത്തോളം മനോഹരമായ കെയ്ൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന കെയ്ൻസ് സിറ്റിയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 550 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മൾക്ക് ഏകദേശം ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന അത്രത്തോളം ദൂരത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഉള്ളത്. നല്ല സ്ഥലമാണ്, മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരു 10,000 മുതൽ 15,000 ഇടയിലുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾക്ക് ഈ ഏരിയയിൽ കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഓസ്ട്രേലിയൻ PR-ഉം നമ്മുടെ ഇന്ത്യൻ രൂപ 40 ലക്ഷം രൂപയും കിട്ടുന്ന കാറ്റഗറി 4-ൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ബോവൻ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും, ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇനി കിട്ടില്ല എന്നുള്ള കാര്യം നിസ്സംശയം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിൽ നല്ല ജോബ് ഹണ്ടിങ് വീഡിയോസുമായി ഞാൻ ഇനിയും വരും. വീണ്ടും കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.